യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 77 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1 രാജാക്കന്മാർ 14 മുതൽ 17 വരെയും യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യം ചോദ്യം പറയുന്നു, പിന്നെ ആൻസേഴ്സ് പറയുന്നു കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ജലത്തിൽ ഉലയുന്ന ഒരു സസ്യം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഓടയാണ്, ഓട. 1 രാജാക്കന്മാർ 14:15 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഭൂതക്രിസ്തൻ യേശുവിനോടും യേശു മറിയയോടും ചോദിച്ച ഒരു ചോദ്യം പഴയ നിയമ പാഠഭാഗത്ത് ഒരു സ്ത്രീ ഒരു പ്രവാചകനോട് ചോദിച്ചു, എന്താണ്? ഉത്തരം, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതാണ് ആ ചോദ്യം. 1 രാജാക്കന്മാർ 17:18, യോഹന്നാൻ 2:4, ലൂക്കോസ് 8:28. അപ്പോ ഇതിൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? 1 രാജാക്കന്മാർ 17:18. ബാക്കിയൊക്കെ സപ്പോർട്ടിംഗ് റെഫറൻസസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു സൈന്യ തലവനെ ഇസ്രായേലിന് രാജാവാക്കിയിട്ടുണ്ട്, ആരെ, എവിടെ വെച്ച്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം, ഒമ്രിയെ പാളയത്തിൽ വെച്ച്. ഇതാണ് ഉത്തരം. 1 രാജാക്കന്മാർ 16:14 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. 1 രാജാക്കന്മാർ 16:14. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അർത്ഥത്തോടു കൂടെ അറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സിന്റെ അവസാനത്തെ അക്ഷരം ബൈബിളിലെ ഒരു പുരുഷന്റെ പേരാണ്, എന്താണത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം, ഷീലോഹാം എന്നുള്ളതാണ്. അർത്ഥം അയക്കപ്പെട്ടവൻ. ഇതിൽ പുരുഷൻ ഹാം. യോഹന്നാൻ 9:7 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, വിസർജ്യം കോരിക്കളയുന്നത് പോലെ ആരുടെ ഗൃഹത്തെ കോരിക്കളയും? അതിന്റെ ഉത്തരം യെരോബെയാമിന്റെ എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 14:10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കാൻ പറ്റാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല, ഇനിയും ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു, 1 രാജാക്കന്മാർ 18 മുതൽ 21 വരെയും യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും നല്ലോണം വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.